പഞ്ചഗിരിയിൽ പോവാൻ പാടില്ലെന്ന് വിലക്ക്. പഞ്ചഗിരിയിൽ വന്നപ്പോഴോ മമ്മിയുടെ അതേ ഫേസുള്ള ഒരു സ്ത്രീയും. ഇത്രയും കാലം വേറെ ആരുമില്ലാതെ ഒരുമിച്ച് കൂടെ നിന്ന മമ്മി തന്നെ ഇങ്ങനെ പെരുമാറുന്നല്ലോ എന്നുള്ള പരിഭവം ബേലയ്ക്ക്. അടീബിയുമൊത്ത് ഐസ്ക്രീം പാർലറിലിരിക്കുവാണ് അലി ബ്രേക്കപ്പിനെ കുറിച്ച് മനസ്സ് തുറക്കാൻ. എന്നാൽ അടീബയോ എപ്പോഴത്തെയും പോലെ അവളുടെ ഓരോ കാര്യങ്ങളും നോൺ സ്റ്റോപ്പായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തലചൂടായി അലി വാഷ്റൂമിൽ പോയി ബഗ്ഗുവിനെ വിളിച്ച് കൺട്രോൾ കയ്യിൽ നിന്ന് പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവളൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് ഡ്രമാറ്റിക്കാണ്. അവൾ വീണ്ടും ഇങ്ങനെ ഇറിറ്റേഷൻ ആയാൽ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ആക്കാൻ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞങ്ങനെ അലി തിരികെ അടീബയ്ക്ക് അടുത്ത് വന്നിരുന്ന് ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്നതും അവൾ വീണ്ടും റേഡിയോ ഓണാക്കിയിരിക്കുന്നു. എന്നാൽ അലിയുടെ മനസ്സിൽ ഡിസ്ട്രാക്റ്റ് ആകാൻ വരുന്നതാട്ടെ ബഗ്ഗുവും. ബഗ്ഗുവിനോട് അലിക്കെന്തോ ഒരു ഇതുള്ളതായി നമുക്ക് നേരത്തെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ തോന്നിയൊരു കാര്യമാണ്. അടീബയ്ക്ക് പെട്ടെന്ന് വരുന്ന ഫോൺ കോളിലൂടെ ബ്രേക്കപ്പിനെ കുറിച്ച് പറയാനുള്ള ആ ചാൻസ് പാഴാവുമ്പോൾ ബഗ്ഗുവിൻ്റെ കാര്യം നോക്കിയാൽ അവളൊരു പഠിപ്പിയാണ്, ലൈക്ക് എ ക്ലാസ് ടോപ്പർ. അച്ഛൻ കാർത്തിക് എത്തി ഒരു ന്യൂജൻ ഡാഡിയെ പോലെ പഠിത്തം നിർത്തി രൺവീറിന്റെ പാർട്ടിയിൽ നിന്ന് പോയി പങ്കെടുക്കാൻ പറയുന്ന നേരം പാർട്ടിയിലേക്ക് ബെലെ കൺവിൻസ് ആക്കി ജാൻവി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബെല താനുവിൻ്റെ ഫോട്ടോയൊക്കെ കണ്ട് സ്നാപ്പ് ചെയ്ത് വെച്ചിട്ട് അവരെക്കുറിച്ച് ജാൻവിയോടൊന്ന് ചോദിച്ച് തുടങ്ങുന്നതിലും ജാൻവിക്ക് പറയാൻ മുട്ടി നിൽക്കുന്നത് രൺവീറിനെ കുറിച്ചും അവൾ അവൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നും വർഷങ്ങളായുള്ള ഡേറ്റിംഗ് ആണെന്നും ഒക്കെ ബെലയോട് ധരിപ്പിച്ച് അവളുടെ റിയൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ജാൻവി തൻ്റെ ഡ്രസ്സ് പാർട്ടിയിൽ ധരിക്കാൻ ബെലയ്ക്ക് നൽകുന്നു. പാർട്ടിയിലേക്ക് പോകുമ്പോഴി ജാനുവിൽ നിന്നും ബേല മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ താനുവിന് അവരുടെ അമ്മയുമൊത്ത് ഒരു ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ബിസിനസ് കൂടി സൈഡായുണ്ട്. മാത്രമല്ല കുടുംബത്തിൻ്റെ 10 തലമുറകളും ഈ പഞ്ചേരിയിൽ തന്നെയാണ് നിലനിന്നത്. പാർട്ടിയിലേക്ക് കയറുന്നതിന് മുൻപ് ബേലയ്ക്ക് ചെറിയ പണി കൊടുക്കാനൊക്കെ ജാൻവി നോക്കുന്നതിലും അതൊന്നും വേശാതെ അങ്ങനെ പാർട്ടിയിലേക്ക് കടക്കുമ്പോഴാകട്ടെ അഹാൻ അവിടെയുണ്ട്. അവൻ ജാൻവി ഒന്ന് ലൈനിടാനുള്ള ശ്രമമാണ്. ജാൻവി അവളുടെ പ്രായപൂർത്തിയാകാത്ത അനിയൻ കൈ രൺവീർ ചേട്ടൻ ഇൻവൈറ്റ് ചെയ്തതാണെന്നും പറഞ്ഞ് ബിയറും കുടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഫോട്ടോ എടുത്ത് മമ്മിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. കുട്ടികളെല്ലാം പാർട്ടി ആഘോഷിക്കുമ്പോൾ അവരുടെ പേരൻസ് സീരിയസ് ഡിസ്കഷനിലാണ് 5th എലമെന്റിന്റെ വരവിനെ പറ്റി. കാർത്തിക് ഒരു മുദ്രകൾ പതിപ്പിച്ച് ബോക്സ് എടുത്ത് വെക്കുകയാണ്. ഈ മെഡാലിയനിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ 5th എലമെന്റിന്റെ സാന്നിധ്യത്തെ കണ്ടുപിടിക്കാനായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിൽ 4 എലമെന്റ്സിന്റെ എനർജി അടങ്ങിയിട്ടുള്ള 4 ക്രിസ്റ്റൽസ് ഉണ്ട്: അഗ്നി, വായു, ജലം, ഭൂമി. സാധാരണഗതി ഇതെല്ലാം ചുമ്മാ അങ്ങനെ തന്നെ ഇരിക്കുമെങ്കിലും 5th എലമെന്റ് മറ്റ് 4 പേരുടെ അടുത്ത് വരുമ്പോൾ ഇതിലൊരു റിയാക്ഷൻ നടക്കും. 4 ക്രിസ്റ്റൽസിൽ നിന്നും എനർജി കൂടി ചേർന്ന് നടുക്കുള്ള 5th എലമെന്റിന്റെ ക്രിസ്റ്റലിലേക്ക് അത് പ്രവഹിക്കും. കാർത്തിക് ഇതേപ്പറ്റി കൂട്ടരോട് പറഞ്ഞ് 5ാമത്തെ എലമെന്റിനെ കണ്ടുപിടിക്കാൻ പ്ലാൻ ഇടുമ്പോൾ പാർട്ടിയിൽ ബഗ്ഗുവും എത്തിയിട്ടുണ്ട്. ജാൻവി രൺവീറിനോട് ബേല ഒരു ഓൾഡ് ഫാഷൻ ആണെന്നും അവളൊരു പ്രത്യേക ടൈപ്പാണെന്നും പറയുന്നത് കേട്ട് രൺവീർ ഒന്ന് ട്യൂൺ ചെയ്യാൻ ചെല്ലുന്നെങ്കിലും ബേല ഒരു ചെറിയ കൊട്ടവനിട്ട് കൊടുക്കുന്ന വഴി പിറകെ ജാൻവിയും എത്തി ബേല ഇൻസൾട്ട് ചെയ്ത് അവിടെ ഒരു സീനാവുന്നു. 5th എലമെന്റിനെ കണ്ടുപിടിച്ചാലും അതിൽ നമുക്ക് എന്താ ഗുണമെന്ന് സംശയിക്കുന്ന പരമനോട് കാർത്തിക് തൻ്റെ ആദിയെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. ഈ ലോകത്ത് 4 എലമെന്റ്സ് ഉള്ളതായി നമുക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ വേറെയും ശക്തികൾ നിലനിൽപ്പുണ്ട്. നെഗറ്റീവായത്, ആപത്കരമായ ഈവിൾ പവേഴ്സ്. കുട്ടികൾ അതിനെ നേരിടേണ്ടി വന്നേക്കാം. പുതിയ എലമെന്റ് എത്തുന്നതോടെ അവരുടെ പവേഴ്സ് മറ്റു ശക്തികൾക്ക് മുന്നിൽ റിവീലാകും. മാത്രമല്ല ഇവർ കൂടുതൽ ശക്തരാകണമെങ്കിൽ 5th എലമെന്റ് മൊത്തം ഒന്നിക്കണം. ഇതിനെ നമ്മൾ കണ്ടുപിടിക്കും മുന്നേ നീചശക്തികൾ കണ്ടെത്തിയാൽ അത് കൂടി ആപത്തും. കാർത്തിക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇതിലെല്ലാം കുറച്ച് അധികം ഇൻവോൾവ് ആയിരിക്കുന്ന ആളാണ്. മറ്റു 3 പേരും പാരമ്പര്യമായ ശക്തികൾ കൈമാറി അങ്ങനെ സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ കാർത്തിക് ഇതിനെക്കുറിച്ചും കോൺസ്റ്റലേഷൻസിനെ കുറിച്ചും ഒക്കെ കുത്തിയിരുന്ന റിസർച്ചും ഒബ്സർവേഷൻസും ഒക്കെ നടത്തുന്ന ഒരു കൂട്ടത്തിലും. അലി പാർട്ടിയിൽ അങ്ങനെ ഒരു തരത്തിൽ അടീബയെ മെരുക്കി ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ അത് സ്പിറ്റ് ചെയ്യുന്നു. ബ്രേക്കപ്പ് ആവണമെന്നുള്ള അലിയുടെ സംസാരം കേട്ട് ആദ്യം കാര്യമാക്കാതെ പതിയെ ഇത് നിനക്ക് ബഗ്ഗുവിനോട് മുട്ടാനാണെന്നും എന്നെ മടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമായി അടീബ അടിക്കാനോങ്ങുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് മറ്റൊരുവനെത്തി അടീബയെ സപ്പോർട്ട് ചെയ്ത് അലിയോട് നിന്റെ DGP അമ്മയെ പോലെ നീയും ഒരു മൊശടാനാണെന്നൊക്കെ പറയുന്നതോടെ അവൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. മറ്റവനെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് ദേഷ്യം കൊണ്ട് തിളച്ച് കയ്യിലൊക്കെ തീയായി അടീബയെ പിടിച്ച് തള്ളുന്നതും അവളുടെ ശരീരത്തിൽ തീ കത്തി പൊള്ളലേൽക്കുന്നത് പുറത്തു വന്നു നിന്ന് ചാടുന്ന രൺവീർ കണ്ട് ബോധം പോയി വീണ് കിടക്കുന്ന അവളെ പിടിച്ച് ഒരു ബെഞ്ചിൽ കിടത്തിയിട്ട് അലിയെ കൂളാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു രക്ഷയുമില്ല. അവന് മുകളിൽ ആ ഒരു തീകോളം വരെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതേ സമയം പാർട്ടി വിടാൻ റെസ്റ്റ് റൂമിൽ നിൽക്കുന്ന ബേല പുറത്തെന്തോ ജ്വലിക്കുന്നത് കാണുന്നു. രൺവീർ ഇവനെ കൂളാക്കാൻ വേറെ വഴിയില്ലാതെ തൻ്റെ പവർ, കാറ്റ്, അത് ഉപയോഗിക്കുന്നതിലും അവൻ ആളി കത്തുന്നതേ ഉള്ളൂ. എന്താ സംഭവം എന്ന് നോക്കിയെത്തുന്ന ബഗ്ഗു സിറ്റുവേഷൻ കണ്ടാകെ പാനിക്ഡായി കാര്യം തിരക്കുമ്പോൾ രൺവീർ ഇതാരെങ്കിലും കാണുന്നതിന് മുമ്പേ നിർത്തിക്കാൻ പറയുന്നതിനെ തുടർന്ന് ബഗ്ഗു അവളുടെ പവർ വെച്ച് അവിടെ പെട്ടെന്നൊരു മഴ പെയ്ക്കുന്നതോടെ അവനിലെ തീയടങ്ങി കുഴഞ്ഞു വീഴുന്നു. അഹാനോട് താൻ വന്നേക്കാമെന്ന് പറഞ്ഞുവിട്ട് ബേല നടന്ന് പുറത്തേക്കിറങ്ങി പ്രകാശം കണ്ട സ്ഥലത്തേക്ക് നടക്കുമ്പോൾ കാണുന്നത് ബോധമറ്റ അടീബയെ ഈ 3 പേരും അകത്തേക്ക് ചുമന്നുകൊണ്ടുവരുന്നത്. അടീബയെ അലിയും ബഗ്ഗുവും ചേർന്ന് ആരും കാണാതെ ഒരു മുറിയിലേക്ക് കിടത്തുമ്പോൾ രൺവീർ നേരം പാർട്ടിയിൽ പങ്കെടുത്തവരെ സംശയമൊന്നും കൂടാതെ പിരിച്ചുവിട്ട് ജാൻവിയുടെ ഒരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് അടീബയ്ക്ക് അടുത്തേക്ക് എത്തിക്കുന്നു. അവളുടെ ശരീരത്തിൽ ഒന്നിലധികം പൊള്ളിയതായുള്ള പാടുകളുണ്ട്. അതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് ഹീലിംഗ് എബിലിറ്റീസ് ഉള്ള ജാൻവി. അങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്ന അലിയോട് ജാൻവി ചാടിക്കേറിയതിന് പുറകെ എന്തൊക്കെയായാലും കൂട്ടാൻ വേണ്ടി പവർ ഉപയോഗിക്കാൻ നിർബന്ധിതയാകുമ്പോൾ അവിടെ മറ്റൊരു ട്വിസ്റ്റ്. താനുവിൻ്റെ കയ്യിൽ നിന്നും ജാൻവിയിലേക്ക് പവർ ട്രാൻസ്ഫർ ആയിട്ടില്ല.
അവളെ കൊണ്ട് പരമാവധി ട്രൈ ചെയ്യിക്കുന്നതിലും നടക്കാത്തതിനെ തുടർന്ന് താനു അവളോട് ഇക്കാര്യം പുറത്തറിയരുതെന്ന് താക്കീത് നൽകിയിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും വരെ. അങ്ങനെ ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്ന ജാൻവി എല്ലാവരുടെയും നിർബന്ധം മൂലം ഞാൻ ശ്രമിക്കാമെന്ന് എല്ലാവരെയും മാറ്റി നിർത്തി പരുങ്ങുന്ന സമയം എന്തോ ഭാഗ്യത്തിന് അവിടേക്ക് എത്തുകയാണ് ബേല. നിങ്ങളവളെ ഇങ്ങോട്ടേക്ക് പൊക്കിക്കൊണ്ടുവരുന്നത് കണ്ടെന്നും പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി എത്തി അവളുടെ മുറിവിലേക്ക് ക്രീം പുരട്ടുന്നു. കുഴപ്പമില്ലെന്നും ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും അവർ ആവത് പറഞ്ഞു നോക്കുന്നതിലും അത് കേൾക്കാതെ ബേല ഇങ്ങനെ ചെയ്യുമ്പോൾ പുറത്തൊരു ആംബുലൻസിൻ്റെ വെച്ച ചുറ്റുവട്ടത്തുള്ള സകലരും കേൾക്കുന്ന സൈറണിലെത്തുന്ന ആംബുലൻസ് വിളിച്ചതും ബേല തന്നെയാണെന്ന് മനസ്സിലാക്കി ഇവളെ കൊണ്ട് തോറ്റെന്ന രീതിയിൽ രൺവീറും കൂട്ടരും അങ്ങനെ അഡീബിയുമായി ഹോസ്പിറ്റലിലേക്ക് എത്തി അഡ്മിറ്റ് ആകുന്നു. കുട്ടികളായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവിടെ എത്തണമെന്നുള്ള അടുത്ത പ്രശ്നവും. ബേല ഇതിനിടയ്ക്ക് കയറി വന്നുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് രൺവീർ അങ്ങനെ നിൽക്കുമ്പോൾ ജാൻവിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ബഗുവുമൊത്ത് അഡീബിയക്കടുത്തുള്ള റൂമിനടുത്തേക്ക് ചെല്ലുന്നു. നഴ്സുമാരെല്ലാം ഇറങ്ങിപ്പോകും തക്ക നോക്കി ബഗുവിനെ ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ച് ജാൻവി റൂമിൽ പോയി ട്രൈ ചെയ്യുന്നു. ഹീലിംഗ് എബിലിറ്റീസ് വന്നെങ്കിലോ എന്ന് കരുതി. ജാൻവിക്ക് ഇങ്ങനെ തോന്നാൻ മറ്റൊരു കാരണം മുമ്പൊരിക്കൽ രൺവീറിൻ്റെ കയ്യിലെ മുറിവ് ഉണക്കാൻ കഴിഞ്ഞിരുന്നു. അത് പക്ഷേ യഥാർത്ഥത്തിൽ ശക്തിയുള്ള താനു അവളെ സ്പർശിച്ചതുകൊണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാതെ ഒരു ശ്രമം നടത്തുമ്പോൾ ബേല എല്ലാവരുടെയും എന്തെന്നറിയാത്ത വെറുപ്പോടെയുള്ള നോട്ടം കണ്ട് പുറത്തെത്തി ഇക്കാര്യം പറയാൻ അഹാനെ വിളിക്കുന്നതിലും അവനടിച്ച് ഓഫാണ്. ഈ സമയം മുമ്പ് താബുവിൻ്റെ നോട്ടിലെ റിസോർട്ടിൻ്റെ നമ്പറിനെ പറ്റി ഓർമ്മ വന്ന് അതിൽ വിളിക്കുമ്പോൾ ഗസ്റ്റിന് വോയിസ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ. എത്രയും പെട്ടെന്ന് തിരികെ വിളിക്കാൻ മമ്മിക്കൊരു വോയിസ് മെസ്സേജ് അങ്ങനെ ബേല അയക്കുമ്പോൾ ഉമ്മ അറിയാൽ എന്താകുമെന്ന വിഷമത്തിലിരിക്കുന്ന അലിയെ രൺവീർ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ആസ്മ അവിടെ എത്തിയിരിക്കുകയായി. അലി ഇനി ഗാലി. റൂമിന് മുമ്പിലെത്തുന്ന നേഴ്സിനെ ഈ സമയം അഡീബിയെ രക്ഷിക്കണമെന്നും മറ്റും പറഞ്ഞ് ബഗു പിടിച്ചു നിർത്തുന്ന തക്കത്തിന് ഉള്ളിൽ സകല ദൈവങ്ങളെയും വിളിച്ച് ജാൻവി മുറിവുകളിലേക്ക് പിടിച്ചൊടുക്കം ആ ക്രീം വടിച്ചു മാറ്റി നോക്കുമ്പോൾ കാണാം സംഭവം സക്സസ്. മുറിവെല്ലാം ഉണങ്ങിയിരിക്കുന്നു. അങ്ങനെ തിരികെ എത്തുന്ന ഇവരെയും ചേർത്ത് ആസ്മ നല്ല നാല് പറഞ്ഞ് അനക്കുന്നു. അത്ര ദേഷ്യമാണെങ്കിൽ വാടാന്ന് പറഞ്ഞ അലിയെ തെള്ളിയും കൊല്ലാൻ നോക്കിയതാണോ അവളെ എന്നൊക്കെ ചോദിച്ചും കോപിച്ച് നടന്ന് എന്താണെന്ന് വാ തുറക്കാൻ പറയുമ്പോൾ ബേല അവിടേക്കെത്തി ഞാൻ പറയാമെന്ന് പറയുന്നു. പുറത്തൊരു തീനാളം കണ്ടതും വന്നു നോക്കിയപ്പോൾ ഇക്കൂട്ടർ അഡീബിയെ പൊക്കിക്കൊണ്ടുവരുന്നതായി കണ്ടെന്നുമൊക്കെ പറയുന്നത് കേട്ട് ബാക്കി ഇനി അഡീബിയോട് ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് നീങ്ങുന്ന ആസ്മയ്ക്ക് പിറകെ ബേല ഇവർക്ക് കഴിക്കാൻ സ്നാക്സ് നൽകി പോകുന്നു. ഒരു സഹായഹസ്തം. അഡീബിയുടെ മുറിവുണക്കിയ സന്തോഷ വാർത്ത ജാൻവി കൂട്ടരെ അറിയിക്കുമ്പോൾ എന്നാൽ അലിക്ക് താൻ കാരണം കൂട്ടുകാർക്കും വഴക്ക് കേട്ടതിൽ ആകെ വിഷമം. ഒരു കുഴപ്പമില്ലെന്ന് അവനെ എല്ലാവരും ആശ്വസിപ്പിക്കുമ്പോൾ ജാൻവിയെ വിളിച്ച് താനു നടന്ന അൽക്കുലത്തിനെ പറ്റിയൊക്കെ ആസ്മ വിളിച്ച് പറഞ്ഞതായും അങ്ങോട്ടേക്ക് വരികയാണെന്നും വരുന്നവരെ എങ്ങനെയും ആ സിറ്റുവേഷൻ ഒന്ന് മാനേജ് ചെയ്യാൻ പറയുന്നു, അവിടുത്തെ അഡീബിയെ ഹീൽ ചെയ്യാൻ. എന്നാൽ ജാൻവി താനത് ചെയ്തുവെന്നും വർക്കായെന്നും കേൾക്കുന്ന താനുവിന് അതിശയവും. പ്രശ്നം ഇത്രയും വഷളാവാൻ കാരണം മുമ്പ് രൺവീറിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്ത ബേലയാണെന്നും ജാൻവി കൂട്ടിച്ചേർക്കുമ്പോൾ താനു ഒന്ന് നിന്നിട്ട് ഡിന്നറിന് ആ കുട്ടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ആവശ്യമുണ്ടെന്ന് മറുപടി. ബഗ്ഗു താൻ വളരെ പേടിച്ചു പോയെന്നും അലി തന്നെ രക്ഷിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് വഴി ഇരുവരും തമ്മിലൊരു സ്പാർക്ക് ഉണ്ടാവുമ്പോൾ അവിടെ അഡീബയ്ക്ക് ഒടുവിൽ ബോധം വീണിരിക്കുന്നു. ബ്രേക്കപ്പിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുള്ള അവൾ നോക്കുമ്പോൾ മുറിവൊന്നും കാണാനില്ല, അപ്രത്യക്ഷം. ഇത് കണ്ട് ദുരിതാശ്വാസത്തോടെ അവളൊരു പണി കാണിക്കുന്നു. ലൈറ്റ് എടുത്ത് പഞ്ഞിയിൽ കത്തിച്ച് മുറിഞ്ഞ ചെള്ളയിൽ വീണ്ടും വെച്ച് പൊള്ളിക്കുന്നു. മുമ്പൊന്നും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിലും അലിയുടെ ഈ കൺട്രോളിംഗ് പ്രശ്നവും ഫിഫ്ത്ത് എലമെൻ്റ് സാന്നിധ്യം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നിൽ നിന്ന് ഞൊടിപ്പിക്കുന്നതാണോ എന്ന് കാർത്തികിൻ്റെ ഒരു സംശയം. അങ്ങനെ ഇരിക്കെ റൂമിൽ ശബ്ദം കേട്ട് എല്ലാവരും പോയി നോക്കുമ്പോൾ അവിടെ ഉണർന്നിരിക്കുന്ന അഡീബിയെ കാണുവാണ്, മുഖത്ത് പൊള്ളലുമായി. ഇത് കാണുന്ന ജാൻവിക്ക് ഞെട്ടലും. കയ്യിലെ പൊള്ളൽ പെട്ടെന്ന് എങ്ങനെ കരിഞ്ഞെന്ന അതിശയത്തിൽ നിൽക്കുന്ന ബേല ആസ്മ ആൻറ്റിയോട് സംസാരിക്കണമെന്ന അഡീബിയുടെ ആവശ്യം കേട്ട് അവരെ നേരെ അവിടേക്ക് എത്തിക്കുന്നു. ആസ്മ വന്ന് ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവളോട് ചോദിക്കുവാണ് രാത്രി എന്താണ് അവിടെ ഉണ്ടായത്. പരുങ്ങലിൽ നിൽക്കുന്ന അലിയും രൺവീറും ബഗ്ഗുവും ജാൻവിയും. അവൾ എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത്? കാത്തിരുന്നു കാണാം.